CPIM സംസ്ഥാന സമ്മേളനത്തിൽ ചുവപ്പണിഞ്ഞ് കൊല്ലം. പ്രതിനിധി സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. AK ബാലൻ പ്രതിനിധി സമ്മേളനത്തിന്റെ കൊടി ഉയർത്തും. വൈകിട്ടാണ് മുഖ്യമന്ത്രിയുടെ നവകേരള നയരേഖ അവതരണം. അപ്പോൾ ഈ വാർത്തയുടെ ഈ വിവരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത് ആസിഫ് മുഹമ്മദാണ്. ആസിഫെ, ഗുഡ് മോർണിംഗ്. നയരേഖാ മാറ്റം വെട്ടിനിരത്തൽ തുടങ്ങി ഈ ഓരോ സംസ്ഥാന സമ്മേളനം തുടങ്ങുമ്പോഴും വാർത്തകൾക്ക് മേലാണ് നമ്മൾ വീഴുന്നത്, പിന്നീടുള്ള സമ്മേളന കാലം തീരുന്നത് വരെ. അപ്പോൾ കൊല്ലത്ത് 3 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്തേക്ക് സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ അതിനെ ഗംഭീര വിജയമാക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനം. കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി മാറിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ തന്നെ അത് കൊല്ലത്തിൽ നഗരം മുഴുവൻ ചെങ്കടലായി നമുക്ക് പറയാൻ കഴിയും. കാരണം വലിയ ഒരുക്കമാണ് കൊല്ലത്തെ സഖാക്കൾ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു ഏകോപനം എന്ന നിലയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എല്ലാ പ്രതിനിധികളടക്കമുള്ളവർ കൊല്ലത്ത് എത്തി അവർ സജീവമായി മുന്നോട്ട് പോവുകയാണ്. മന്ത്രിമാരടക്കമുള്ളവർ, മുതിർന്ന പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പി രാജീവും എളമരം കരീമും അടക്കമുള്ളവർ ഇപ്പോൾ രാവിലെ പ്രഭാത നടത്തത്തിലാണ്. ഏതായാലും CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. തുടർഭരണത്തിന് തുറച്ച ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും നമുക്ക് എല്ലാ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. കാരണം നല്ല സ്പീഡിലുള്ള നടത്തമാണ്. നമസ്കാരം. നടത്തം സ്ഥിരമാണല്ലോ അല്ലേ? അതെ അതെ അതെ, ഈ വഴി അവിടെ കയറുകയാണല്ലേ. എന്തായാലും കൊല്ലം 3-ാം തവണയാണ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തുടർഭരണത്തിന് കൂട്ടത്തിൽ തന്നെ നടക്കുന്ന ഒരു സമ്മേളനം എന്ന രീതിയിൽ ഒരു വലിയ പ്രാധാന്യം കൂടി കണക്കാക്കേണ്ടി വരുമല്ലേ? വളരെ പ്രാധാന്യമുള്ള സമ്മേളനമാണ്. ജനങ്ങൾ ഒരു തുടർച്ചയെ ആഗ്രഹിക്കുന്നു. കാരണം കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾക്ക് ശരിയായ തുടർച്ച ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായി തന്നെ ഞങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സമ്മേളനം അംഗീകരിച്ച രേഖയുടെ പ്രയോഗാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയതായി എന്തെല്ലാം കാര്യങ്ങൾ നയപരമായി ആവശ്യമാണ് എന്നതെല്ലാം തന്നെ സമ്മേളനം ചർച്ച ചെയ്യും. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിട്ട് വേണ്ടി കാണാൻ. ഈ നവകേരളത്തിന് ഒരു പുതിയ ഒരു മാതൃക കാണിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും മറ്റും സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും രേഖ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രതിനിധികളെല്ലാം തന്നെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്മേളനം രേഖ അത് അഡോപ്റ്റ് ചെയ്യും. തീർച്ചയായും. എന്തായാലും ആ തിരക്കിനിടയിൽ നമ്മൾ അധിക സമയം ബുദ്ധിമുട്ടിയിരുന്നില്ല. കാരണം മന്ത്രിമാരടക്കമുള്ളവർ ഇനി അവർക്ക് നടത്തം കഴിഞ്ഞ് ഇപ്പോൾ അവർ ഹോട്ടലിലേക്ക് കയറി ഇനി അവിടെ നിന്ന് റെഡിയായി വേണം സമ്മേളന നഗരിലേക്ക് എത്താൻ എന്നുള്ളതാണ്. എന്തായാലും കൊല്ലം പൂർണ്ണമായ രീതിയിൽ കൊല്ലം നഗരം സജ്ജമാണ് സമ്മേളനത്തിന് വേണ്ടി. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും രാവിലെ ഇന്നലെ തന്നെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ രാവിലെ പ്രഭാത നടത്തവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പ്രതിനിധി സമ്മേളന നഗരിയായ കൊല്ലം ടൗൺ ഹാളിലെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തുക. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി CPIM കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. എന്തായാലും പിന്നീട് പ്രവർത്തന റിപ്പോർട്ടുമേലുള്ള പൊതുചർച്ചയും 8-ന് നവകേരള രേഖയിലുള്ള ചർച്ചയുമാണ് ഇന്ന് പ്രധാനമായും അങ്ങനെ നടക്കാനുള്ളത്. എന്തായാലും സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിപുലമായ സജ്ജീകരണങ്ങളാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുക്കിയിട്ടുള്ളത്. നമ്മളും വലിയ ഒരു ടീം സമ്മേളന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. കാരണം CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയാകുന്ന ഒന്നാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്മി.